അപ്പം അദ്ദേഹം ഫിസിക്കലി ചലഞ്ചറാണ്, അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധ്യമില്ലെങ്കിൽ, അനുതാപമുണ്ടെങ്കിൽ ആ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്, എന്താണ് നമ്മുടെ ലഘുപാപങ്ങൾ അത് ആ പശ്ചാത്താപം കൊണ്ട് തന്നെ മാറുമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് അവസരമുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും ഇത് കുമ്പസാരിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് മാരകപാപത്തിൽ പോലും അദ്ദേഹത്തിന് പൂർണ്ണമായ അനുതാപമുണ്ടെങ്കിൽ പിന്നീട് അവസരമുണ്ടാകുമ്പോൾ ഏറ്റുപറയാൻ അവസരമുണ്ടാകും, ഞാൻ കുമ്പസാരിക്കുമെന്നൊരു ബോധ്യം കൂടെ ഉണ്ടാകണം. അനുദപിച്ചാൽ വീണ്ടും എനിക്കൊരു അവസരം കിട്ടുകയാണ്, എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, ഞാൻ കുമ്പസാരിച്ചാനേ. പക്ഷേ അങ്ങനെ ആ ഒരു ബോധ്യം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു തന്നെയാണ് പറയുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ഇതെന്താണ്, ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ദൈവം ആണ് പാപങ്ങൾ ക്ഷമിക്കുന്നതും വൈദികൻ ദൈവത്തിൻ്റെ കരങ്ങളുടെ ഉപകരണങ്ങൾ മാത്രമാണ്. ശ്ലൈഹികമായ പാരമ്പര്യത്തിലൂടെ നമുക്ക് ഈ കൈപ്പ് ശുശ്രൂഷ കിട്ടുന്നതൊക്കെ ഈ ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറുവാനായിട്ടാണ്. അപ്പം കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികനാണെങ്കിലും രോഗിലേപനം കൊടുക്കുന്ന ഓരോ കുദാശ കൊടുക്കുന്ന വൈദികനും യേശുവിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ യേശു കാണുന്നത് അവൻ്റെ ഹൃദയം കാണുന്നവനാണ്. അപ്പോൾ നമ്മുടെ ഒരാളുടെ ഹൃദയം നമുക്ക് മറ്റുള്ളവർക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് പൂർണ്ണമായിട്ട് യേശു അറിയുന്നുണ്ട്. അപ്പം അവൻ്റെ അനുതാപം ദൈവത്തിന് മുമ്പിൽ യഥാർത്ഥമായ അനുതാപമാണെങ്കിൽ ദൈവം പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു.